അമ്മമാരുമായിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് അമ്മമാർക്ക് വേണ്ടി പാട്ട് പാടാൻ ചില ആൾക്കാർ നമ്മൾ പാട്ട് ഇഷ്ടമാണോ? പാട്ട് ഇഷ്ടല്ലേ? പാട്ട് ഇഷ്ടമല്ലാത്തൊരു അമ്മ നിങ്ങളുടെ പാടാനറിയില്ല. പാടാനറിയില്ല. ഞാൻ പെട്ടെന്ന് ചെടി പാട്ട് പാടി എഴുതിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പത്തിലാവുമല്ലോ. പാട്ട് പാടത്തില്ലെന്നേ ഉള്ളൂ, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് അല്ലേ? മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കൾക്കൊക്കെ ഓരോരോ പണിയുണ്ട്. അവരോരോരോ പണിയുണ്ട്. രാവിലെ ഇങ്ങോട്ട് പോരുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? രാവിലെ ഇറങ്ങി പോവും എന്ന് പറയത്തില്ലല്ലോ. മനോഹർ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല അല്ലേ? ഇങ്ങനെ ഇറങ്ങി പോകുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ല, സന്തോഷമാണ് വീട്ടിൽ എല്ലാവർക്കും അല്ലേ? അമ്മയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പൊ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് ഇപ്പോ? 2 മക്കളും. 2 മക്കളെ കെട്ടിച്ചു. 2 മക്കളെ കെട്ടിച്ചു. ഇപ്പൊ വീട്ടിലിരിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്കായി പോവോ? അല്ല, പേരമക്കളുണ്ട്. ഉണ്ട്, പേരമക്കളുണ്ട്. എന്നാലും പകൽ സമയത്ത് ഇവിടെ വന്നിരിക്കുന്ന സന്തോഷം. വൈകുന്നേരം മക്കളുടെ ഒപ്പം കൂടും അല്ലേ? പകൽ സമയത്ത് കൂട്ടുകാർക്കൊപ്പം കൂടും. ഇടയ്ക്ക് പത്രവാർത്ത വിശേഷങ്ങളും ഒക്കെ പറയും അല്ലേ? വാർത്തയൊക്കെ നോക്കാറുണ്ടോ? തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തോ? വോട്ടൊക്കെ ചെയ്യാൻ പോയി. അമ്മ വോട്ട് ചെയ്യാൻ പോയോ? അമ്മ വോട്ട് ചെയ്യാൻ പോയി അല്ലേ? വോട്ട് ചെയ്യാനൊക്കെ പോകുമ്പോ സ്ഥാനാർത്ഥി നോക്കി ചെയ്യോ, പാർട്ടി നോക്കി ചെയ്യോ, ചിഹ്നം നോക്കി ചെയ്യോ? എന്താ നോക്കുന്നത്? ചിഹ്നമാണോ നോക്കുക, സ്ഥാനാർത്ഥിയാണോ നോക്കുക? അമ്മ എന്ത് നോക്കിയാ വോട്ട് ചെയ്തത്? ഞാനൊന്നിനാ ചെയ്തു. ഏതാണെന്ന് അറിയൂലേ? അത് ശരി, നോക്കിയല്ലേ ചെയ്തത്. അവിടെ പോയി ഒരു ചെറിയ ടെൻഷനായോ? അതൊന്നുമില്ല. കൃത്യമായിട്ട് ഒരു പാർട്ടിക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് തോന്നുന്നു അല്ലേ? ആ ചിഹ്നത്തിൽ മാത്രമേ കുത്തിയിട്ടുള്ളൂ ഇന്നേ വരെ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അമ്മമാരുടെ ഒരു പാട്ടിൽ നമുക്കൊന്ന് തുടങ്ങാം. അമ്മമാർക്ക് വേണ്ടി പാട്ട് പാടാൻ നമുക്ക് 3 കലാകാരന്മാർ എത്തിയിട്ടുണ്ട്. ജിജോഷ്, രണ്ടാമത്തെ ആൾ മഞ്ജു, മൂന്നാമത്തെ ആൾ നഫീസു എന്ന് വിളിക്കും. അപ്പൊ നഫീസുവിന്റെയും മഞ്ജുവിന്റെയും ജിജോഷിന്റെയും പാട്ടുകൾ കൂടി നമുക്ക് കേൾക്കാം. ആദ്യം നമുക്ക് മഞ്ജുവിന്റെ പാട്ടിൽ തുടങ്ങാം അല്ലേ? ഇങ്ങോട്ട് നിന്നാട്ടെ, എനിക്കൊന്ന് നമുക്ക് ഇവിടെ റൈറ്റ് ഫേസ് അങ്ങോട്ട് വേണം. ശരി, നമുക്ക് ക്യാമറയിലേക്ക് ഫേസ്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ? റുക്കിയമ്മ നന്നായി പാടും, ദേവകി അമ്മ പാടും, പിന്നെ സുമിത്രാമ്മ പാടും, പിന്നെ ശാന്തകുമാരി അമ്മ പാടും. അമ്മ പാടുന്നില്ല എന്നൊക്കെ പറയും. നമുക്ക് പാട്ട് പാടിച്ചിട്ട് വേണം. ഓക്കെ, അപ്പൊ ശരി. എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു, ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര നാളായി ഞാൻ നനച്ചു. കണ്ടില്ലല്ലോ കേട്ടില്ലല്ലോ എൻ കരളൊരുകുമൊരു താരാട്ട്. എന്നമ്മേ ഒന്നു കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു, ഈ മടിയിൽ വീണുറങ്ങാൻ എത്ര നാളായി ഞാൻ നനച്ചു. എപ്പോഴും നമ്മൾ ഏത് പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോഴും തിരിച്ച് അമ്മമാരെ ഒന്ന് ഫോൺ ചെയ്താൽ, അമ്മമാരുടെ അടുത്തേക്കൊന്ന് വന്നാൽ നമ്മുടെ എല്ലാ ടെൻഷനും അങ്ങ് മാറും എന്നുള്ളതാണ്. അമ്മമാരുടെ മടിയിൽ അല്പനേരം തലവെച്ചൊന്ന് കിടന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളെ എല്ലാ മനുഷ്യർക്കും ഉള്ളൂ എന്നതാണ് വാസ്തവം.